ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപൻ രാജുവിൻ്റെ വീട്ടിലോട്ട് വരുവാണ്. മുറ്റത്ത് നിൽക്കുന്ന വേണുവും രാധമ്മയും ഒരു കാറ് വരുന്ന ശ്രദ്ധിക്കുന്നുണ്ട്. രാധമ്മ കാണുന്നുണ്ട് കാറിൽ നിന്നും വർമ്മ സാർ ഇറങ്ങി വരുന്നത്. അയ്യോ, വർമ്മ സാറല്ലയോ വരുന്നത്? വല്ലാത്ത ഒരു ടെൻഷനോടെ രാധമ്മ വേണുവേട്ടനോട് പറയുക, അയ്യോ വേണുവേട്ട, നീ പിള്ളേർ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം വല്ലതും അറിഞ്ഞുകൊണ്ടാണോ വർമ്മ സാർ ഇപ്പോഴിങ്ങോട്ട് വരുന്നത്? അയ്യോ, എനിക്കിതൊന്നും അറിയില്ല, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് വേണുവേട്ടൻ രാധമ്മയും വിളിച്ചുകൊണ്ട് വർമ്മ സാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. നമസ്കാരം എന്നിങ്ങനെ പറയുന്നുണ്ട് വേണുവേട്ടൻ വർമ്മ സാറിനോട്. ചിരിച്ചുകൊണ്ട് തന്നെ വർമ്മ സാറ്, നമസ്കാരം വേണുവേട്ട, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുവാണ്. ഋതിക മോൾക്കൊരു പനി, സാർ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഞാൻ അറിഞ്ഞു വേണുവേട്ട, പക്ഷെ അവളോ രാജുവോ എന്നോടൊന്നും പറഞ്ഞില്ല. യാമിനിക്ക് മോള് മെസ്സേജ് അയച്ചിരുന്നു, യാമിനി പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. അവരെവിടെ എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുന്നുണ്ട്. അവരകത്തുണ്ട് സാറേ, വാ എന്നും പറഞ്ഞ് രാധമ്മയും വേണുവും ചേർന്ന് പ്രതാപനെയും കൂട്ടിയിട്ട് അകത്തോട്ട് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തിരുന്ന് രാജു ഋതികയ്ക്ക് ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുവാണ്. അയ്യോ രാജു, മതി, എനിക്കിനി വേണ്ട രാജു. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല മാഡം, ഫുഡ് നന്നായിട്ട് കഴിക്കണം, മരുന്ന് കഴിക്കാനുള്ളതാ. ടേസ്റ്റ് ഒന്നും മാഡം ഇപ്പം നോക്കണ്ട, മാഡം ഇത് കഴിച്ചേ. അങ്ങനെ രാജു നിർബന്ധിച്ച് ഋതികയ്ക്ക് ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുവാണ്. ഋതിക അങ്ങനെ അത് കഴിക്കുന്ന കണ്ടുകൊണ്ടാണ് പ്രതാപനും വേണുവേട്ടനും രാധമ്മയും അകത്തോട്ട് കയറി വരുന്നത്. രാജു അങ്ങനെ ഋതികയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന കണ്ട് അവരെല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. പ്രതാപനെ കണ്ട് രാജു പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അയ്യോ സാർ എന്ന് വിളിച്ചോണ്ട് നിൽക്കുവാണ്. ഋതികയും അച്ഛനെ കണ്ടുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കി, നീ ഫുഡ് കഴിച്ചോണ്ടിരിക്കുവല്ലേ, അവിടെ ഇരിക്കി. രാജുവിനെ നോക്കി പറയുന്നു, നീ ഇവൾക്ക് ഫുഡ് വാരി കൊടുത്തോണ്ടിരിക്കുവല്ലേ, അപ്പം ഞങ്ങൾ നിൽക്കുന്നോണ്ട് എന്താ കുഴപ്പം, കൊടുത്തോ. പ്രതാപൻ അങ്ങനെ പറഞ്ഞത് കേട്ട് ഒരുമാതിരി ചമ്മലോടെ ഇങ്ങനെ രാജുവും ഋതികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. ഇതെല്ലാം കൊച്ചമ്മണി ആ ജനലിൻ്റെ അരികെ വന്നതെന്ന് നോക്കുവാണ്. കൊച്ചമ്മണി ഇപ്പം ചാരപ്രവർത്തകയല്ലേ, എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ അമ്പികയ്ക്ക് അത് ചോർത്തി കൊടുത്തിട്ട് പൈസ മേടിക്കേണ്ടതല്ലേ. അങ്ങനെ കൊച്ചമ്മണി അവിടെ ഒന്ന് ശ്രദ്ധിക്കുവാണതല്ല. രാധമ്മ പ്രതാപനോട് ചോദിക്കുന്നു, സാറ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതല്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? വേണ്ട രാധമ്മ, ഞാൻ കഴിച്ചിട്ടാ വന്നത്. അപ്പോൾ വേണുവേട്ടൻ പറയുന്നുണ്ട്, രാധമ്മ നീ ഒരു ചായ എടുക്കടി, സാറ് ചായ കുടിച്ചോളും. അപ്പോൾ ചായ എടുക്കാനായിട്ട് രാധമ്മ അകത്തോട്ട് പോകുന്നുണ്ട്. പ്രതാപൻ ഋതികയോട് ചോദിക്കുന്നു, ഇപ്പം പനി എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ആ കുറവുണ്ടച്ചാ. ഋതികയെ നോക്കിയിട്ട് പ്രതാപൻ പറയുന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലോ? അത് കേട്ടിട്ട് പെട്ടെന്ന് രാജു പറയും, അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അമ്മ മേഡത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചതാ സാറേ, ഡോക്ടർ തന്ന മെഡിസിനാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ഋതികയും പറയുന്നുണ്ട്, വേണ്ടച്ചാ ഹോസ്പിറ്റലിൽ പോകണ്ട, ഇന്നലത്തേനേക്കാളും കുറവുണ്ടച്ചാ പനി ഇപ്പോൾ. അപ്പോൾ രാജു പറയാ, ഇന്നലെ പനി കൂടുതലായിരുന്നു, മേഡം ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഋതിക പറയുക, ഉറങ്ങാത്തത് രാജുവാ, രാജു ഇന്നലെ മൊത്തം ഉറങ്ങാതെ ഇവിടെ കുത്തിയിരിക്കുമായിരുന്നു. പ്രതാപൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇവൻ നേരം വെളുക്കുന്നത് വരെ ഇവിടെ കാവലിരുന്ന് കാണും, അല്ലെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് വന്നാൽ ഇവന് വലിയ വെപ്രാളമാണല്ലോ. അപ്പോൾ പിന്നെ സ്വന്തം ഭാര്യയ്ക്കാണെങ്കിൽ പറയുകയും വേണ്ട, ഈ വീട് അവൻ പൊളിച്ചെടുക്കുമല്ലോ. അത് കേട്ട് ചമ്മലോടെ രാജു അയ്യോ സാർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴങ്ങോട്ട് ചായയുമായി രാധമ്മ വരുന്നുണ്ട്. രാധമ്മയും പറയുവാണ്, സാറ് പറഞ്ഞത് ശരിയാ, ഇന്നലെയൊക്കെ ഇവൻ്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. പഴയകാല മനുഷ്യരെ പോലെ ഓടി നടന്ന പനിക്കൂർക്ക പറിക്കുന്ന ഓരോ ഇലകൾ പറിച്ച് അത് നന്നായിട്ട് അരച്ച് മോളുടെ നെറ്റിയിലൊക്കെ പുരട്ടി കൊടുക്കുന്നു. രാജുവിനാണെങ്കിൽ ആകെ ചമ്മൽ കൊണ്ട് വയ്യ. അമ്മയെ അമ്മയെന്നിങ്ങനെ രാജു വിളിക്കുവാണ്. അപ്പോൾ പ്രതാപൻ പറയുക, 1000 വട്ടം അവൻ മേഡം മേഡം എന്ന് വിളിച്ചും കാണുമല്ലോ. പ്രതാപൻ അങ്ങനെ പറഞ്ഞപ്പോൾ വേണുവേട്ടനും രാധമ്മയും ചിരിക്കുവാണ്. ചമ്മലോടി രാജു ഇങ്ങനെ ഋതികയെ തന്നെ നോക്കി നിൽക്കുവാണ്. ഏതായാലും കുറച്ച് ദിവസത്തേക്ക് നീ ഇനി ഓഫീസിലൊന്നും പോകണ്ട, റെസ്റ്റ് എടുക്ക്. ശരിയച്ച എന്നിങ്ങനെ ഋതികയും പറയുന്നുണ്ട്. പിന്നെ ഇവളുടെ പനി കുറഞ്ഞിട്ട് നീ അങ്ങോട്ട് വന്നാൽ മതി. രാജുവിനോടും പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ നിങ്ങൾ ആരെങ്കിലും എന്നെയൊന്ന് അറിയിക്കാമായിരുന്നു. യാമിനിയെ മാത്രം അറിയിച്ചത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അയ്യോ അച്ഛ, അത് മറ്റൊന്നും കൊണ്ടല്ല, അച്ഛൻ തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ടാ എന്നിങ്ങനെ ഋതിക പറയുമ്പോൾ പ്രതാപൻ പറയുക, തിരക്കുള്ളപ്പോഴും നിന്റെ കാര്യത്തിൽ നിന്നും ഞാൻ മാറി നിന്നിട്ടില്ലല്ലോ. അതൊക്കെ ഇപ്പോൾ വിട്ടേരെ. ഈ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ നീ യാമിനിക്ക് മെസ്സേജ് ഇട്ട് എന്നോട് പറയിപ്പിക്കരുത്. നീ എനിക്ക് മെസ്സേജ് ഇടാമല്ലോ, അങ്ങനെ നീ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ശരിയച്ചാ എന്നിങ്ങനെ ഋതിക മൂളുന്നുണ്ട്. രാധമ്മ കൊടുത്ത ചായ കുടിച്ചുകൊണ്ട് പ്രതാപൻ മനസ്സിൽ പറയുന്നുണ്ട്, അപ്പോൾ ചേച്ചി പറഞ്ഞത് വെറും നുണയാ, ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. പ്രതാപൻ അങ്ങനെ രാജുവിനെയും ഋതികയും ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല സന്തോഷത്തോടുകൂടിയാണല്ലോ ഇവർ രണ്ടുപേരും കഴിയുന്നത് എന്നിങ്ങനെ പ്രതാപന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. എന്നാലിനി ഞാൻ ഇറങ്ങട്ടെ എന്നിങ്ങനെ പ്രതാപൻ പറയുമ്പോൾ ശരി സാർ എന്നും പറഞ്ഞ് രാജുവും സമ്മതിക്കുവാണ്.
അങ്ങനെ വേണുവേട്ടനും രാധമ്മയും പ്രതാപൻ്റെ കാറിൻ്റെ അടുത്ത് വരെ പോകുന്നുണ്ട് കൂടെ. അങ്ങനെ പ്രതാപൻ പോയതിനു ശേഷം അവർ രണ്ടുപേരും അകത്തോട്ട് പോവുകയാണ്. ഇതെല്ലാം നമ്മുടെ ചാരപ്പണിക്കാരി അമ്മണി അവിടെ നിന്ന് മറഞ്ഞ് കാണുവാണ്. ഈ സമയത്ത് അംബികയും മോനോട് എന്തൊക്കെയോ ചർച്ച ചെയ്യുവാണ്. അംബിക പറയുക, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെ അംബിക തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്ലാൻ ദീപക്കിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അംബികയുടെ ഫോണിലോട്ട് കൊച്ചമ്മണിയുടെ ഫോൺ കോൾ വരുന്നുണ്ട്. കൊച്ചമ്മണിയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അംബിക ഓ നാശം എന്നിങ്ങനെ പറയുമ്പോൾ ദീപക്ക് ചോദിക്കുന്നു, ആരാ അമ്മേ അത്? ഓ ആ കൾച്ചറലസ് കിളവിയാ കൊച്ചമ്മണി, എൻ്റെ ഒരു ന്യൂസ് ഏജൻറ്റാ. എന്തായാലും അമ്മ ഫോൺ എടുക്ക് എന്നിങ്ങനെ ദീപക്ക് പറയുമ്പോൾ അംബിക ഫോൺ എടുത്ത് ചിരിച്ചുകൊണ്ട് ഓ മുണ്ടക്കലമ്മേ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അംബിക മാഡം, വർമ്മ സാർ ഇവിടെ വന്നിരുന്നു. വന്നോ? എന്നിട്ട് എന്തായി? ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരാം എന്നും പറഞ്ഞ് കൊച്ചമ്മണി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിശദീകരിച്ച് പറയുവാണ്. ഞാനേ അപ്പോഴപ്പോഴുള്ള ന്യൂസുകൾ അപ്പോഴപ്പോഴങ്ങോട്ട് എത്തിച്ചു തരുവാണ്. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ന്യൂസ് വന്നാൽ അപ്പം തന്നെ ഞാൻ അറിയിച്ചേക്കാം. അപ്പോഴേ കണക്കുകളൊക്കെ അങ്ങോട്ട് കൂട്ടി വെച്ചേക്കണേ. ഓ അതിനെന്താ മുണ്ടയ്ക്കലമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അംബിക ഫോൺ കട്ട് ചെയ്യുവാണ്. അംബിക മനസ്സിൽ പറയുക, പ്രതാപനോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ടായിരുന്നു. എന്തായാലും ഇനിയുള്ള പ്ലാനിങ്ങിലെല്ലാം ഈ കിളവിയെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയേക്കാം. കൊച്ചമ്മണി അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ്. കുറേ കാശുണ്ടാക്കാൻ ദൈവം കാണിച്ചു തരുന്ന ഓരോ മാർഗങ്ങളെ ഇനി ഇവനെ അവളെയും കൂടെ അടിച്ച് പിരിയിക്കണം. അങ്ങനെ കൊച്ചമ്മണി രാജുവിനെയും ഋതികയും കൂടെ തെറ്റിക്കാനുള്ള ആലോചനയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് രാജു വന്ന് ഋതികയുടെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. മേഡത്തിൻ്റെ പനിയൊക്കെ കുറഞ്ഞ് ഇനി റെസ്റ്റ് എടുത്താൽ മതി. എങ്കിലും ഒന്നുകൂടെ നാവി പിടിക്കണം മേഡം. മേഡം റെസ്റ്റ് എടുക്ക്, ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് വരട്ടെ. ഞാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ രാജു എന്താ പോകാതിരിക്കുവോ എന്നിങ്ങനെ ഋതിക രാജുവിനെ നോക്കി ചോദിക്കുമ്പോൾ രാജു പറയാം, ഇല്ല ഞാൻ പോകത്തില്ല. അതിലെന്താ സംശയം മേഡം? മേഡം പോകണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല. രാജുവിനെ നോക്കി ചിരിച്ചോണ്ട് ഋതിക പറയുന്നു, എന്നാൽ പൊയ്ക്കോ എന്നിങ്ങനെ പറയുമ്പോൾ രാജു ഇങ്ങനെ എഴുന്നേൽക്കുവാണ്. എഴുന്നേറ്റ് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഋതിക രാജുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, രാജു ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? സത്യമേ പറയാവൂ. വാതിലിൻ്റെ അരികിലോട്ട് വന്ന രാധമ്മ അവരുടെ സംസാരം ശ്രദ്ധിക്കുവാണ്. ഞാൻ നുണയൊന്നും പറയില്ല മേഡം, ഞാനത് എത്ര പ്രാവശ്യം മേഡത്തിനോട് പറഞ്ഞിട്ടുള്ളതാ. അതിപ്പോൾ അവിടെ നിൽക്കട്ടെ, ഇപ്പം ചോദിക്കാനുള്ള കാര്യം വേറെയാ. അതിനെന്താ മേഡം ചോദിച്ചോ? രാജു എന്നോട് ഈ കാണിക്കുന്ന സ്നേഹം സിൻസിയറായിട്ടാണോ? ഒന്നും മിണ്ടാതെ നിൽക്കുന്ന രാജുവിനെ നോക്കി ഋതിക വീണ്ടും ചോദിക്കുക, എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊരു പനി വന്നപ്പോൾ രാജു കാണിച്ച ഈ കെയറിങ് ഉണ്ടല്ലോ, അത് സിൻസിയറായിട്ടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ സമയത്ത് വേണുവേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. മിണ്ടരുതെന്നിങ്ങനെ രാധമ്മ കൈകൊണ്ട് കാണിച്ചിട്ട് വേണുവേട്ടനെ അടുത്തോട്ട് വിളിക്കുവാണ്. ഋതികയാണെങ്കിൽ രാജുവിനെ വിടാൻ പാടില്ല, എനിക്കിപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടണം. അതിനുവേണ്ടി മാത്രമാണ് രാജു ഞാൻ ഈ ചോദിക്കുന്നത്. എനിക്ക് തന്ന ഈ സ്നേഹവും പരിഗണനയും ഒക്കെ മനസ്സിൽ തട്ടി തന്നതാണോ എന്ന് എനിക്ക് അറിയണം. അതോ ഇനി മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ മകളാണെന്ന് വിചാരിച്ചാണോ? അതോ ഇനി സൂര്യമംഗലത്തെ സരസ്വതി വർമ്മയുടെ കൊച്ചുമകളായിട്ടാണോ? അതോ ഞാൻ രാജുവിൻ്റെ ഭാര്യ എന്ന നിലയിലാണോ? എന്താ രാജു ഒന്നും മിണ്ടാത്തത്? രാജു ഒന്നും മിണ്ടത്തില്ലെന്ന തീരുമാനം എടുത്ത പോലെയാണല്ലോ. എന്നെ കാണാൻ അച്ഛൻ വരുമെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ രാജു ഇത്രയും കെയറിംഗ് ഒക്കെ എടുത്തത്. ഞാൻ ചോദിച്ചതിനൊന്നും രാജു എന്താ മറുപടി പറയാത്തത്? എന്താ മേഡം, ഞാൻ മറുപടി പറയണമെന്ന് മേഡത്തിന് നിർബന്ധം തന്നെയാണോ? അതെ രാജു, എനിക്ക് നിർബന്ധം തന്നെയാണ്. അപ്പോൾ രാജു പറയുക, ഞാൻ ആത്മാർത്ഥതയുള്ളവനാണോ ഇല്ലയോ എന്ന് മേഡം കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ മേഡം ഒന്ന് ഓർത്ത് നോക്കിയാൽ മേഡത്തിന് അറിയാമല്ലോ. ഞാൻ മേഡത്തെ കൊണ്ടു നടന്നതും വന്നിട്ടുള്ള ആപത്തുകളിൽ നിന്നെല്ലാം ഞാനാണ് മേഡത്തെ രക്ഷിച്ചതെന്നൊക്കെ മേഡം ഒന്ന് ഓർത്ത് നോക്കണം. അങ്ങനെ എല്ലാം രാജു അങ്ങനെ പറഞ്ഞത് കേട്ട് പെട്ടെന്ന് ഋതിക പഴയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഓർക്കുവാണ്. രാജു അവളെ പലതവണ അങ്ങനെ രക്ഷിച്ചതും ദീപക്കിൻ്റെയും ഋതികയുടെ കല്യാണം മുടക്കിയതും ദീപക്കിനെ ദിവ്യയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതും രോഹിത്തിൻ്റെയും അംബികയുടെയൊക്കെ ഗുണ്ടകളിൽ നിന്നും എല്ലാം ഋതികയെ രക്ഷപ്പെടുത്തിയതും എല്ലാം ഇങ്ങനെ ഓർക്കുവാണ് ഋതിക. രാജു ഇങ്ങനെ ഋതികയെ നോക്കിയിട്ട് പറയാ, ഞാനൊരു ചെറുപ്പക്കാരനാണ്. അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. മേഡത്തെ പോലെ ഇത്രയും നല്ല ഒരു പെൺകുട്ടിക്ക് ഭർത്താവാകാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. ഇത്രയും കാലം കൂടെ നടന്നിട്ടും ഈ പാവപ്പെട്ടവൻ്റെ മനസ്സ് മനസ്സിലാക്കാത്ത മേഡത്തിനോട് ഞാനിനി എന്തു പറയാനാണ്? മേഡം എന്നെ ഇനി വെറുത്താലും ഞാൻ മേഡത്തെ വെറുക്കത്തില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ മേഡം എനിക്കെന്നും ഒരു വിഗ്രഹം തന്നെയാണ്. അങ്ങനെ ഋതിയോട് പറഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ വാതിലിനടുത്തു നിന്നും രാധമ്മയും വേണുവേട്ടനും നടന്നങ്ങ് പോവുകയാണ്. രാജു അങ്ങനെ വിഷമത്തോടെ അവിടെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക.
ഹൃതിക പറയുന്നു ഒരേ ഒരു വാക്ക്, ആ ഒരേ ഒരു വാക്ക് എന്നോടൊന്ന് പറഞ്ഞാലെന്താ, എന്നോട് പ്രണയമാണെന്ന്. രാജു അങ്ങനെ പറയുന്നത് കേൾക്കാൻ ഞാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഹൃതിക മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. രാജു ഇങ്ങനെ പുറത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ വേണുവേട്ടൻ പറയുന്നു, മോനെ അവിടെ നിന്ന് നിന്നേടാ. നീ എവിടെ പോവുക? അതച്ഛാ, ഞാനൊരു കാര്യത്തിന് വേണ്ടി ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചതാ. എന്നാലേ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, അത് കേട്ടിട്ട് നീ പോയാൽ മതി. ഒരു പിതാവിനെ ഒരു മകനോട് പറയേണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ പറയേണ്ടതായ ചില സംഗതികൾ പറഞ്ഞല്ലേ പറ്റൂ. അമ്മ സ്നേഹം പഠിപ്പിക്കുന്നു, അച്ഛൻ ജീവിതം പഠിപ്പിക്കുന്നു, അധ്യാപകൻ അറിവ് പകർന്നു തരുന്നു. ഇങ്ങനെയാണല്ലോ ഒരു മനുഷ്യൻ്റെ വളർച്ച. ഞാൻ പഠിപ്പിച്ച ജീവിത പാഠങ്ങളിൽ എൻ്റെ കുഴപ്പം കൊണ്ടോ നീ പഠിച്ചതിൻ്റെ തകരാറ് കൊണ്ടോ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതിലൊന്നാണ് ഹൃദയം തുറന്ന് പറയാനുള്ള മടി. മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ തുറന്നു പറയാനാവാതെ മനസ്സിലിട്ടങ്ങ് പെരുപ്പിക്കും. ഒടുവിൽ അതങ്ങ് വഷളാകുകയും ചെയ്യും. അല്ല, ഈ കുഴപ്പം എനിക്കുമുണ്ട്. ഞാനും സരസ്വതി അമ്മയും കൂടി നിന്റെ വിവാഹം ഉറപ്പിച്ചിട്ട് രാധമ്മയോടത് പറഞ്ഞില്ല. അതെത്രത്തോളം വഷളായിപ്പോയി നീയും കണ്ടതല്ലേ. പിന്നെ അത് എത്ര നാൾ വേണ്ടി വന്ന പ്രശ്നമൊന്ന് പരിഹരിക്കാൻ. അച്ഛൻ എന്തായി പറയുന്നതെന്നൊന്നും മനസ്സിലാകാതെ രാജു ചോദിക്കുക, അച്ഛൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? എടാ രാജു, ഹൃതിക മോളിപ്പോൾ നിന്നോട് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ട്. ഞാൻ മാത്രമല്ല, നിന്റെ അമ്മയും കേട്ട്. ഞങ്ങൾ ഒളിച്ചു നിന്ന് കേട്ടതൊന്നും അല്ല. എന്തായാലും കേട്ടതൊക്കെ ഇപ്പം നന്നായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ അച്ഛനായി എനിക്കറിയാവുന്നിടത്തോളം ആർക്കും നിന്നെ അറിയില്ല. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ കൊച്ചിനോട് നിന്റെ ഉള്ളു നിറയെ സ്നേഹമാണെന്ന് എനിക്കറിയാം. അതിൻ്റെ പേര് പ്രേമമാണെന്ന് വ്യക്തമായിട്ടറിയാം. എടാ, പ്രേമമെന്ന വാക്ക് കേൾക്കുമ്പോഴേ നിനക്കെന്തോ വലിയ പേടിയാ. അതെന്തോ വലിയ കുഴപ്പം പിടിച്ച സംഗതിയാണെന്നാണ് നിന്റെ വിചാരം. അതൊക്കെ ചെറുപ്പം മുതലേ നിനക്ക് തോന്നിയ തെറ്റായ ഒരു തെറ്റിദ്ധാരണയാണ്. പ്രേമമെന്ന വികാരത്തെക്കുറിച്ച് മകനോട് വിശദീകരിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. വലിയ വലിയ പഠിപ്പുകാരോടൊപ്പം നടന്നു കിട്ടിയ അറിവാ. പ്രണയത്തിലാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ. അതുകൊണ്ട് സ്വന്തം ഭാര്യയോട് നിന്റെ പ്രണയം തുറന്നു പറഞ്ഞാൽ എന്താടാ? ആ കുട്ടി അത് ആഗ്രഹിക്കുന്നുണ്ട്. നിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഇവിടെ വന്നതും പഴയതുപോലെ ബോഡി ഗാർഡായിട്ടല്ല, നിന്നെ ഭർത്താവായിട്ട് കണ്ടോണ്ടാണ്. എടാ, അവൾ നിന്റെ ഭാര്യയാണ്. അതാണ് നീ ആദ്യം ഓർക്കേണ്ടത്. സ്നേഹവും പ്രേമവും ഒക്കെ നിന്റെ മനസ്സിലുണ്ട്. പക്ഷെ അത് നിന്റെ മനസ്സിലേ ഉള്ളു. അതൊക്കെ തുറന്നു പറയാനും പ്രകടിപ്പിക്കാനും ഉള്ളതാ. ഭാര്യ ഭർത്താക്കന്മാരായാലേ പരസ്പരം നിറവേറ്റേണ്ട പല ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നീ വർമ്മസാറിനോടുള്ള ബഹുമാനം കൊണ്ട്, അങ്ങനെ ആ മോളെ നീ ആ ഒരു കണ്ണുകൊണ്ടാണ് കാണുന്നത്. ഒരു തരം ഭക്തിയോടെ. അങ്ങനെ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പാൽപ്പായസത്തിന് അല്പം മധുരം കൂടിപ്പോയതുകൊണ്ട് എന്താ കുഴപ്പം? പക്ഷേ ആ ഭക്തിയേക്കാൾ ഉപരി ഭാര്യയോട് പ്രകടിപ്പിക്കേണ്ട പ്രണയമാണ്. നീ ഇതുവരെ നിന്റെ ഭാര്യയോട് നിന്റെ പ്രണയം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഭാര്യയായിട്ട് ആ കൊച്ചിനെ അംഗീകരിച്ചിട്ടുമില്ല. കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ കണ്ണുനീര് കുടിപ്പിക്കരുത്. അതുപോലെ പാർവതിക്ക് പരമേശ്വരൻ എന്ന പോലെ ആ കുഞ്ഞിന് നീ മാത്രമേ ഉള്ളടാ. ഇനിയെങ്കിലും നീ നിന്റെ ഉള്ളിലെ പ്രണയം ആ കൊച്ചിനോട് തുറന്നു പറ. ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? വേണുവേട്ടൻ ഈ പറയുന്നതൊക്കെ കേട്ട് രാജു ഇങ്ങനെ ഒന്നും മിണ്ടാതെ വേണുവേട്ടനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ഒന്നും മിണ്ടാതെ രാജു അവിടെ നിന്ന് നടന്നു പോവുക. വേണുവേട്ടൻ പറയുക, കഷ്ടം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അച്ഛൻ്റെ ഗതികേടേ. റൂമിലിങ്ങനെ ഓരോന്നും ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഹൃതികയുടെ അരിയിലേക്ക് രാധമ്മ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് വരുവാണ്. അയ്യോ രാധമ്മ, എനിക്ക് ജ്യൂസ് വേണ്ട. മോളെ, ഇതിൽ ഐസ് ഒന്നും ഇട്ടിട്ടില്ല. മോളിത് കുടിക്ക്, ക്ഷീണം മാറട്ടെ. കുറച്ച് മുമ്പ് ഞാൻ ജ്യൂസുമായിട്ട് ഇങ്ങോട്ട് വന്നതാ. അപ്പം മോളും രാജുവും സംസാരിക്കുന്ന കേട്ടങ്ങ് പോയി. രാധമ്മ അങ്ങനെ ഹൃതികയുടെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ തൊട്ട് നോക്കിയിട്ട് പറയുന്നു, ആ ചൂടൊക്കെ പോയി, മോടെ പനിയൊക്കെ മാറുന്നുണ്ട്. അല്ല രാജു, ഇതെവിടെ പോയതാ? എവിടെ പോയതാന്ന് പറഞ്ഞില്ല രാധമ്മേ. ഇപ്പം വരാമെന്നും പറഞ്ഞാ പോയത്. അല്ല മോളെ, ഇന്നലെയൊക്കെ അവൻ്റെ ഒരു ടെൻഷൻ ഒന്ന് കാണണമായിരുന്നു. മോക്ക് പനിയാണെന്നറിഞ്ഞത് മുതൽ അവൻ്റെ മുഖം ഒന്ന് കാണണം. ആകെ ടെൻഷനായിപ്പോയി ചെറുക്കന്. ശരിയാ രാധമ്മേ, രാജു ഉറങ്ങിയിട്ട് പോലുമില്ല. എൻ്റെ അടുത്ത് തന്നെ അങ്ങ് ഇരിപ്പായിരുന്നു. അവൻ എൻ്റെ മകനായതുകൊണ്ട് പറയുമല്ല മോളെ, അവൻ പാവമാ. മോളോട് അവന് ഭയങ്കര സ്നേഹമാണ്. അവനെയും മോളെയും ഈ രാധമ്മ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടില്ല. മോളെന്ന് വെച്ചാൽ അവൻ്റെ ജീവന എന്നൊക്കെ ഇങ്ങനെ രാധമ്മ പറയുമ്പോൾ ഹൃതിക ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വേണുവേട്ടൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി രാജു അവൻ്റെ ഉള്ളിലെ പ്രണയം ഹൃതികയോട് തുറന്ന് പറയുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.